അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ കഹ്ഫ് 12 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ പഠിച്ചു. ഇൻഷാ അല്ലാഹ് 13ാമത്തെ ആയത്ത് മുതൽ നമുക്കൊന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്നു നഖസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ഓക്കെ, തജ്വീദ് നിയമം ഒന്ന് നോക്കാം. നഹ്നു, നൂനിന് ഇവിടെ ശ്രദ്ധ വന്നിട്ടുണ്ട് അല്ലേ. ഒരായത്തിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ നൂനിൻ്റെ മുകളിൽ ശ്രദ്ധ വന്നാൽ നന്നായിട്ട് മണിച്ച് ഓതേണ്ടതില്ല കേട്ടോ. അത് നഹ്നു, ഹന് ഹഫ് സുക്കൂനാണ്. നഹ്നു നഖസ്സു, നഖസ്സു സാദ് ഉയർത്തി പറയുന്ന ഒരു ലെറ്ററാണ് സ്വാദ്. ഓക്കെ, സ്വാദിന് ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിച്ച് ഓതുക. അലൈക, അലൈക, കാഫിന് ചെരിവ് വേണം കേട്ടോ, എപ്പോഴും ശ്രദ്ധിക്കണം. നബഅഹും ബിൽ ഹഖ്, ഇവിടെ നോക്കൂ, നബഅഹും ബി, മീമിൻ്റെ നിയമമാണ് ഇവിടെ വന്നിട്ടുള്ളത്. മീമിന് ശേഷം ബ വന്നു. സാക്കിനായ മീമിന് ശേഷം ബ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഇഖ്ഫ ചെയ്യണം. ഹും എന്ന് പറയാൻ മീമിൻ്റെ മുകളിൽ സുക്കൂന് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നില്ല അല്ലേ. അപ്പോൾ നമുക്കവിടെ ഹും എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെ എന്ത് ചെയ്യണം? അവിടെ മറച്ചു മണിച്ചോദണം. നബഅഹും ബിൽ ഹഖ്. ഓക്കെ, ഹഖ് എന്നുള്ളിടത്ത് ജീമുണ്ട്, നിർത്തണമെങ്കിൽ നമുക്ക് നിർത്താം, ഇല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതിപ്പോവാം. നിർത്തുമ്പോൾ ഹഖ് സുക്കൂന് കൊടുത്താണല്ലോ നമ്മൾ നിർത്തുന്നത്. അപ്പോൾ അൽക്കലയുടെ ലെറ്ററാണ് ഖാഫ്. എന്ന് ഫുൾ സുക്കൂന് കൊടുത്തിട്ട് വേണം നിർത്താൻ കേട്ടോ. ഓക്കെ, കൂട്ടിച്ചേർത്ത് ഓതിപ്പോവാണെങ്കിലോ ബിൽ ഹഖ് ഇന്നഹും എന്നിങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതിപ്പോവുകയും ചെയ്യാം. ഓക്കെ, ഇന്ന, നൂനിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, നമുക്കറിയാവുന്നതാണ്. നൂനിന് മീമിന് രണ്ടിൻ്റെയും മുകളിൽ ശ്രദ്ധ വന്നാൽ നന്നായിട്ട് മണിച്ചെടുക്കണം അല്ലേ. ഇന്ന. ഓക്കെ, ഇന്നഹും ഫിത്യത്തുൻ, ഫിത്ത് തഇന് സുക്കൂന് വരുമ്പോൾ ഫിത്യത്തുൻ എന്ന് ഓതരുത്. ഫിത്ത്, ഫിത്ത് നമ്മുടെ പല്ലിൻ്റെ ഇടയിലൂടെ കാറ്റ് പോകുന്ന രൂപത്തിൽ ഫിത്ത്, ഫിത്ത്. ഓക്കെ, ഇങ്ങനെ ഓതണം കേട്ടോ. സുക്കൂന് വരുമ്പോൾ തഇന് ഫിത്യത്തുൻ, തുൻ, രണ്ട് ലൊമ്മകൾ ഒട്ടിച്ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഇൽഹാറാണ്, വ്യക്തമാക്കി ഓതണം. ഫിത്യത്തുൻ എന്ന് ഓതണം കേട്ടോ, ഇൽഹാർ. ആമനൂ ബിറബ്ബിഹിം, ബിറബ്ബിഹിം, റബ്ബിഹി അല്ല റബ്ബിഹിം, റ. ഓക്കെ, വസിദ്നാഹും, വാവിനെ ചുണ്ട് വട്ടത്തിലാക്കിക്കൊണ്ട് സർക്കിൾ ചെയ്തുകൊണ്ട് ഓതണം കേട്ടോ. വസിദ്, ദാലിന് സുക്കൂനാണ്, ഫുൾ സുക്കൂന് കൊടുക്കുക. കൽക്കലയുടെ ലെറ്ററാണ് ദാല്. ഓക്കെ, വസിദ്നാഹും ഹുദാ. ഒരു യാ കൊടുത്തിട്ടുള്ളത് രണ്ടനക്കം നീട്ടി ഓതാനാണ്, മദ്ദാണ് അത് കേട്ടോ. ഇപ്പം രണ്ടനക്കം നീട്ടി ഓതി വഖഫ് ചെയ്യാം. 14ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. وَرَبَطْنَا عَلَى قُلُوبِهِمْ إِذْ قَامُوا فَقَالُوا رَبُّنَا رَبُّ السَّمَاوَاتِ وَالْأَرْضِ لَن نَّدْعُوَ مِن دُونِهِ إِلَٰهًا لَقَدْ قُلْنَا إِذًا شَطَطًا. ഓക്കെ, തജ്വീദ് ഒന്ന് നോക്കാം. വറബത്ന, ഇവിടെ മെയിനായിട്ട് പറയാനുള്ളത് ത്വ ആണ്. ത്വൻ്റെ മുകളിൽ സുക്കൂന് വന്നിട്ടുണ്ട്. ത്വ കൽക്കലയുടെ ലെറ്ററാണ്, അപ്പോൾ ഫുള്ള് സുക്കൂന് കൊടുക്കണം കേട്ടോ. വറബത്ന. ഓക്കെ, ഉയർത്തി പറയാൻ വേണം ത്വഇനെ. ത്വ. വറബത്ന അലാ ഖുലൂബിഹിം, ഇവിടെയൊക്കെ രണ്ടനക്കം നീട്ടേണ്ട സാധാരണ മദ് വന്നിട്ടുണ്ട്, നീട്ടി കൊടുക്കുക കേട്ടോ. അലാ ഖുലൂബിഹിം ഇദ് ഖാമു, ദാലിന് സുക്കൂന് വന്നാൽ ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി. ഇദ്, ഇദ്. ഓക്കെ, ഇദ് ഖാമു ഫഖാലു. ഓക്കെ, ഇവിടെയൊക്കെ നമ്മുടെ സാധാരണ മദ്ദുകൾ വന്നിട്ടുണ്ട്, ഇവിടെയൊക്കെ നീട്ടി കൊടുക്കണം കേട്ടോ. ഖാമു
ഫഖാലു. ഓക്കെ, ഇവിടെ അലിഫിൻ്റെ മുകളിൽ സുക്കൂൻ അല്ലേ. ഇതിന് പ്രത്യേകിച്ച് ഒരു ശബ്ദം ഇല്ല. ആയത്തിൻ്റെ നടുക്കിൽ വരുമ്പോൾ ആയത്തിൻ്റെ നടുക്കിൽ വരുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു ശബ്ദം ഇല്ല. നിർത്തുമ്പോൾ ആയത്ത് നിർത്തുമ്പോഴാണെങ്കിൽ ഒന്ന് നീട്ടി ഓതി നിർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റബ്ബുന റബ്ബുസ്സമാവാതി. റബ്ബുന റബ്ബു ബഅന് ശബ്ദമുണ്ട്. രണ്ട് സ്ഥലത്തും നന്നായിട്ട് എന്ത് ചെയ്യണം, ഒന്ന് കനപ്പിച്ചു കൊടുക്കണം കേട്ടോ. റബ്ബുന റബ്ബുസ്സമാവാതി, സീനും ശബ്ദമുണ്ട്, കനപ്പിച്ചോതുക. സമാവാതി സാധാരണ മദ്, രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. സമാവാതി വൽ അർദി, ളാദ് ഉയർത്തി പറയുന്ന ലെറ്റർ ആട്ടോ ളാദ്. അർദി വയ നിറച്ച് പറയണം, ഉയർത്തി പറയാൻ വേണം. അർദി. ഓക്കെ, ലന്ന ലന്ന സാക്കിനായ നൂനിന് ശേഷം നൂന് വന്നാൽ എന്ത് ചെയ്യണം, മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. ഇതിന് നമ്മളൊരു നിയമം പഠിച്ചല്ലോ, ഇത് ബ്യന്ന ചെയ്ത് ഓതണം, മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം കേട്ടോ. ലന്നത്, ദാല് ഫുൾ സുക്കൂന് കൊടുക്കണം, കൽക്കലയുടെ ലെറ്റർ ആണ്. ഓക്കെ, ദ് നദ്. നൂന്റെ മുകളിൽ സുക്കൂനില്ല, എന്ത് ചെയ്യണം, ഇഖ്ഫാ ചെയ്യണം. അവിടെ മറച്ച് മണിച്ചോദണം. മിൻ എന്ന് ഓതരുത്, നാവ് മുകളിൽ തട്ടാതെ ഓതണം കേട്ടോ. ദൂനിഹി, ഇവിടെ ഒരു ചിഹ്നം മദ് ഉണ്ട് അല്ലേ. ഇവിടെ നമ്മൾ 4 or 5 ഹറക്കത്ത് നീട്ടി ഓതണം കേട്ടോ. ഓക്കെ, ദൂനിഹി ഇലഹ. ഇവിടെ നമ്മൾ നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട്, സുല ഉണ്ട്. അപ്പോൾ നിർത്തുകയാണെങ്കിൽ നമ്മൾ രണ്ടനക്കം നീട്ടി ഓതിയിട്ട് വേണം നിർത്താൻ. കൂട്ടിച്ചേർത്ത് ഓതുകയാണെങ്കിൽ ഇലഹല്ലഖദ്. ഓക്കെ, തെൻവീനിന് ശേഷം ലാമു വരികയാണെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതുമ്പം തെൻവീനിന് ശേഷം ലാമാണ് വരുന്നതെങ്കിൽ നമ്മൾ മണിക്കൂലല്ലോ അല്ലേ, മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതും. അപ്പം എങ്ങനെ ഓതും, ഇങ്ങനെ ഓതും, ഇലഹല്ലഖദ് ഖുൽന. മണിക്കാൻ പാടില്ല കേട്ടോ. ദൂനിഹി ഇലഹല്ലഖദ് ഖുൽന. ഓക്കെ, അപ്പോൾ മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതുക കേട്ടോ. കൂട്ടിച്ചേർത്ത് ഓതണം, മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതുക. നിർത്തുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഇലാഹ എന്ന് പറഞ്ഞ് നീട്ടി നിർത്തുക. ഓക്കെ, ലഖദ് ഇവിടെ ഫുൾ സുക്കൂന് കൊടുക്കുക, കൽക്കലയുടെ ലെറ്റർ ആണ്. ഓക്കെ, ലഖദ് ഖുൽന ഇദൻ. ഇവിടെ മദ് മുൻഫസിലാണ്, അപ്പോൾ 2 മുതൽ 4 അനക്കം വരെ നമുക്ക് നീട്ടി ഓതി കൊടുക്കാം. ഓക്കെ, മദ് മുൻഫസിൽ, ഒരു പദത്തിൽ മദ് മറ്റൊരു പദത്തിൽ ഹംസ. ഇദൻ ശതത, ഇദൻ എന്ന് പറയില്ല. 2 ഫത്ഹായും ഒരുമിച്ചല്ല വന്നിട്ടുള്ളത്, 2 ഫത്ഹായും വേറെ വേറെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇദൻ എന്ന് പറയില്ല, ഇദൻ മറച്ച് മണിച്ചോദനം കേട്ടോ. ഇദൻ ശതത, തോ അല്ലേ, ഉയർത്തി പറയേണ്ട ലെറ്റേഴ്സ് ആണ് തോ, ശതത. ഓക്കെ, അപ്പോൾ അലിഫിലാണ് ഇവിടെ നിർത്തുന്നത്. അപ്പോൾ 2 അനക്കം നീട്ടി ഓതി നിർത്തണം കേട്ടോ. ഓക്കെ, 15ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. ഹൗലാഇ ഖൗമുന ഇത്തഖദൂ മിൻ ദൂനിഹി ആലിഹ ലൗലാ യഅ്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ فمن أظلم ممن افترى على الله كذبا. ഓക്കെ, തജ്വീദ് നിയമം ഒന്ന് നോക്കാം. ഹൗലാഇ, ഹൗലാഇ 2 മദ്ദുകൾ, മദ് 2 രൂപത്തിൽ വന്നിട്ടുണ്ട് ഇവിടെ. അവിടെ ഫസ്റ്റ് ഹ എന്നത് ഉദ്ദേശിക്കുന്നത് ഹേ ശ്രദ്ധിക്കൂ എന്നൊക്കെ
ഉപയോഗിക്കാനാണ് ഈ ഹ എന്നുള്ള അക്ഷരം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ ഹ ഒറ്റയ്ക്ക് വരില്ല, മറ്റൊരു വേർഡിൻ്റെ കൂടെ കൂടിയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഹ എന്നുള്ളിടത്തുള്ള നിയമം മദ് മുൻഫസിലാണ്. അവിടെ 2 അനക്കം മുതൽ 4 അനക്കം വരെ നീട്ടാവുന്ന മദ് മുൻഫസിലാണ് അവിടെ വന്നിട്ടുള്ള നിയമം. ലാ ഇ എന്നുള്ളിടത്ത് വന്നിട്ടുള്ള നിയമം മദ് മുത്തസിലുമാണ്. അവിടെ 4 or 5 ഹറക്കത്ത് നീട്ടി ഓതേണ്ടത് നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ മദ് മുൻഫസിലുണ്ട്, ഫസ്റ്റ് വന്നിട്ടുണ്ട്, മദ് മുത്തസിൽ രണ്ടാമതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെ ഓതും? ഹ ഉല ഇ. കൂടുതൽ നീട്ടൽ എവിടെയാവണം? ല ഇ. അവിടെയല്ല മുത്തസിലുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഹ ഉല ഇ. ഓക്കെ. ഖൗമുനാന നീട്ടാണ്ടല്ല, പക്ഷെ നമ്മൾ ഹംസത്തുൽ വസ്ലിന്റെ മുന്നേ നീട്ടില്ല, കൂട്ടിച്ചേർത്തോതും. ഹംസത്തുൽ വസ്ലിന്റെ മുന്നേ നീട്ടുന്ന പദങ്ങൾ വന്നാൽ നീട്ടി ഓതാതെ കൂട്ടിച്ചേർത്തോതും കേട്ടോ. ഖൗമുനത്തഖദൂ മിൻ ഇഖ്ഫാ ചെയ്യാ കേട്ടോ. മിൻ ദൂനിഹി മിൻ ദൂനിഹി. നോക്കൂ, ഇവിടെ നമ്മൾ 4 or 5 ഹറക്കത്ത് നീട്ടി ഓതണം കേട്ടോ. ഈ ഒരു ചിഹ്നം കണ്ടാൽ മദ്ദാണത്. അവിടെ 4 or 5 ഹറക്കത്ത് നീട്ടി ഓതി കൊടുക്കുക. ദൂനിഹി ആലിഹ. നിർത്താനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്, സുല ഉണ്ട്. നമുക്കവിടെ നിർത്തണമെങ്കിൽ നിർത്താം, ഇല്ലെങ്കിൽ നിർത്തുമ്പം ആലിഹ ഈ താക്ക് സൗണ്ട് ഉണ്ടാവില്ല കേട്ടോ. ആലിഹ ഹ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുക കേട്ടോ. ആലിഹ. ഓക്കെ, കൂട്ടിച്ചേർത്ത് ഓതി പോവാണെങ്കിലോ ആലിഹതല്ലൗല ആലിഹതല്ലൗല. കാരണം എന്താ? തെൻവീന് ശേഷം കൂട്ടിച്ചേർത്ത് ഓതുകയാണെങ്കിൽ, തെൻവീന് ശേഷം ലാമു വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യൂല? മണിക്കൂല. മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതണം. അപ്പം എങ്ങനെ ഓതും? ആലിഹതല്ലൗല. ഓക്കെ. ലൗലാ യഅ്തൂന അലൈഹിം ബിഹി. യഅ്തൂന ഹഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. യഅ്തൂന 2 അനക്കം നീട്ടി കൊടുക്കുക. യഅ്തൂന അലൈഹിം ബിഹി. ഇവിടെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മീമിൻ്റെ നിയമമാണ്. മീമിൻ്റെ മുകളിൽ സുക്കൂനൊന്നും ഇല്ല, അപ്പം നമ്മൾ അവിടെ അലൈഹിം എന്ന് ഓതാൻ കഴിയില്ല. അവിടെ ഇഖ്ഫാ ചെയ്യണം, മറച്ച് മണിച്ചോദനം. അലൈഹിം ബിഹി. ഓക്കെ, ഇങ്ങനെ ഓതുക കേട്ടോ. അലൈഹിം ബി സുൽത്താനിം. സുൽത്താനിം. ഇവിടെ സുൽത്താനിൻ എന്ന് പറയാതെ സുൽത്താനിം എന്നായി. കാരണം എന്താ? ഒരു മീമ് വന്നത് കണ്ടോ നിങ്ങളവിടെ? കുഞ്ഞ് മീമ്. അവിടെ ആ ഒരു മീമ് ഇഖ്ലാബിനെ സൂചിപ്പിക്കുന്ന മീമാണ്. ഇഖ്ലാബ് എന്നൊരു നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഒരക്ഷരത്തെ മറ്റൊരക്ഷരമാക്കി മാറ്റിമറിക്കുന്നതിനാണ് ഇഖ്ലാബ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ആ ഒരു നൂനിനെ മീമാക്കി മാറ്റിമറിച്ചു. ഓക്കെ. സുൽത്താനിൻ ബയ്യിൻ. ഓക്കെ, ഇവിടെ നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നിർത്താം. ബയ്യിൻ. കൂട്ടിച്ചേർത്ത് ഓതി പോവുകയാണെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതി പോവുകയും ചെയ്യാം കേട്ടോ. ഫമൻ. ഇവിടെ നൂനിനെ ഇൽഹാറാണ്, വ്യക്തമാക്കി ഓതുക. ഫമൻ അസ്ലമു. ലോ ആണ്. ലോ അല്ലേ? ലോന് സുക്കൂന് വന്നാൽ ഹഫ് സുക്കൂന് കൊടുക്കുക. അസ്ലമു. അസ്ലമു മിമ്മൻ ഇഫ്തറ. മിമ്മ. മീമിന് നോക്കൂ, മിമ്മ. മീമിന് ശബ്ദമുണ്ട്, നന്നായിട്ട് മണിക്കുക കേട്ടോ. മണിച്ചോതുക. മിമ്മൻ ഇഫ്തറ. ഇവിടെയൊക്കെ സാധാരണ മദ്ദാണ്. അവിടെ എന്ത് ചെയ്യുക? 2 അനക്കം നീട്ടിക്കൊടുക്കുക. അലല്ലാഹി കദിബ. അലല്ലാഹി കദിബ. കദിബ. അവസാനത്തിൽ അലിഫ് വരുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യുക? 2 അനക്കം നീട്ടി ഓതി വഖഫ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.